ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻകരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻകരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശു ആരാധന 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 ആരാധന. യേശു ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിയായി നമ്മുടെ കൂടെ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈശായാനും ഈ ലോകത്തിൻ്റെ ഒരുപാട് കോണുകളിൽ ആളുകൾ ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തെയും സമയത്തെയും മാറ്റിവെച്ചപ്പോൾ നമ്മൾ ബലഹീനരും പാപികളുമായി നമ്മൾ ദൈവസന്നിധിയിൽ ഈശോയുടെ ഒപ്പമാകുവാൻ ആഗ്രഹിച്ചു. അസഹിയോൻ മാളികയുടെ അനുഭവം ഇസ്രായേലിലേക്ക് പോകുമ്പോൾ ഏറ്റവും അനുഭവമുള്ള ഒരു ഇടമാണ് അസഹിയോൻ മാളിക. ഈശോ അപ്പം ഈശോയുടെ ജീവിതത്തിലെ പെസഹായുടെ ഇടം, അപ്പോസ്തലന്മാർക്ക് ആത്മാവിനെ കിട്ടിയ ഇടം, അമ്മേൽ തട്ടിലെ ഭവനത്തിൽ നാം ആയിരിക്കുന്നത് പോലെ ഇന്ന് ഈ ആലയത്തിലാവാം. സഹിയോൻ മാളിക പോലെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമാകുവാൻ ഈശോയെ ഈ അപ്പത്തിൻ്റെ ഭാവത്തിൽ നീ എഴുന്നള്ളിയിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത മേഖലയിലേക്ക് നീ അഭിഷേകമായി എഴുന്നള്ളി വരണമേ എന്നൊരു പ്രാർത്ഥനയുണ്ടാവട്ടെ. നമുക്ക് ത്രിത്വൈക ദൈവത്തെ ആരാധിക്കാം. സ്നേഹം മാത്രമായ പിതാവായ ദൈവം, ആ പിതാവിൻ്റെ ഹിതങ്ങളുടെ ശിരസ വഹിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന മനുഷ്യാവതാരം ചെയ്ത പുത്രനായ മിശിഹ, പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ രക്ഷണീകർമ്മവും ഒക്കെ സഭയിൽ ഇന്നും തുടരുന്ന പരിശുദ്ധാത്മാവ്, ത്രിത്വിക ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കാം, എൻ്റെ പാപമേഖലകളെ ചേർത്ത് വയ്ക്കാം, പ്രമാണങ്ങൾക്കെതിരായി ജീവിച്ചു പോയ ജീവിത സാഹചര്യങ്ങളെ ചേർത്ത് വയ്ക്കാം. നമുക്ക് ആരാധനയോടുകൂടെ ത്രിത്വിക ദൈവത്തെ ആരാധിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു.
സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ബത്സയിദ കുളക്കടവിലെ തളർവാദ രോഗിയുടെ പരാതിയായിരുന്നു, എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല എന്ന്. എന്നെ ആർക്കും വേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവാം. എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ആർക്കും വേണ്ടാത്തവരെ പോലെ നാമൊക്കെ ജീവിച്ചത്. ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, ആരാ പറഞ്ഞത് നിനക്ക് ആർക്കും വേണ്ടെന്ന്? നിന്നെ എനിക്ക് വേണം. നിന്റെ നുറുങ്ങിയ മനസ്സ് കാണുന്ന ഈശോ ഇന്ന് നമ്മോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നിന്നെ എനിക്ക് വേണം. രക്ഷിക്കുവാനാവാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ പുത്രന്റെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം. നമ്മുടെ ജീവിത മേഖലയുടെ എല്ലാ പാളിച്ചകളെയും നാം ശിരസ് കുമ്പിടുമ്പോൾ നാം ധ്യാനിക്കേണ്ടത് ഇതാണ്: എൻ്റെ തലക്കനങ്ങളെ, എൻ്റെ പാപഭാരങ്ങളെ, പാപബോധം നഷ്ടമായ ജീവിത ഇടങ്ങളെ, ചെയ്തു കൂട്ടിയ ഒരുപാട് കുറവുകളെ, ബലഹീനതകളെ, പാപ സാഹചര്യങ്ങളെ ഒക്കെയാണ് ഞാൻ ഈശോയുടെ സന്നിധിയിൽ ചേർത്ത് വയ്ക്കുക. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പുത്രനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധി ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നു. കുഞ്ഞുനാൾ മുതലുള്ള ഞങ്ങളുടെ പാപമേഖലകളെ വിശുദ്ധീകരിക്കുവാൻ നീ കാൽവരിയിൽ ബലിയാഗമായി മാറിയത് ഞങ്ങളുടെ ജീവിതത്തിന് ഉണർവിൻ്റെ കാരണമാകുവാൻ ഞങ്ങളുടെ മേലെ ആ തിരിച്ചോരുടെ ക്ഷാളനമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുത്രനായ ഈശോയെ നമുക്ക് ആരാധിക്കാം. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പിതാവിൻ്റെ വലിയ സ്നേഹം, അനുദപിക്കുന്ന പാപിയെ മാറോടണയ്ക്കുന്ന, അവനെ ചേർക്കുവാനായിട്ട് കാത്തിരിക്കുന്ന, ഓടിയെത്തുന്ന ആ പിതാവിൻ്റെ സ്നേഹം പുത്രനായ ഈശോയിലൂടെ രക്ഷണീയ കർമ്മമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ട്. അനുദിന മന്നയായി വിശുദ്ധ കൂദാശകളിലൂടെ ആ സ്നേഹം നാം അനുഭവിക്കുന്നുമുണ്ട്. അത് നിലനിർത്തുവാൻ വേണ്ട സഹായമാണ് പരിശുദ്ധാത്മാവ് സമ്മാനിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്, എൻ്റെ ജീവിതത്തിലെ എല്ലാ സമസ്യകളെയും ശുദ്ധമാക്കുന്നവൻ, ശുഭകരമായി പര്യവസാനിപ്പിക്കുവാൻ എന്നെ സഹായിക്കുന്ന, ഇന്നും എൻ്റെ കൂടെ ജീവിക്കുന്ന ആ പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം, സ്തുതിക്കാം, വണങ്ങാം. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു,
സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ദിവ്യകാരുണ്യമായ ഈശോയുടെ സന്നിധിയിൽ സാധിക്കുന്നവരെ മുട്ടൂത്തി നിൽക്കുക, അല്ലാത്തവർക്ക് നിൽക്കാം. ക്ഷീണമുള്ളവർക്ക് സ്വസ്ഥാനങ്ങളിൽ ശാന്തമായി ആവാം. നമ്മൾ നമ്മുടെ ജീവിതത്തെ ധ്യാനിക്കാൻ പോവുകയാണ്. ജനനം മുതൽ ഏതാണ്ട് 15 വയസ്സ് വരെയുള്ള നമ്മുടെ സമയം. നാളത്തെ കുമ്പസാരത്തിൽ ഈശോ എൻ്റെ ഈ ജീവിത മേഖലയിൽ ഞാൻ എവിടെങ്കിലുമൊക്കെ മറന്നുപോയ ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ എന്നെ വെളിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി പറയേണ്ട ഒരുപാട് ജീവിതങ്ങളുണ്ട് നമ്മുടെ ജനനം മുതൽ ഏതാണ്ട് ഈ 15 വയസ്സ് വരെ. നമ്മളെ ആദ്യം തൊട്ടത് നമ്മുടെ അമ്മയല്ല, അപ്പനുമായിരിക്കില്ല. ഏതോ ഒരു സ്ത്രീ, ഏതോ ഒരു ആശുപത്രിയിലെ സഹായി, മറ്റാരോ ആണ് നമ്മളെ സ്പർശിച്ചത്. അല്പമൊന്ന് അമക്കിയിരുന്നെങ്കിൽ നമ്മുടെ രൂപം മാറിയേനെ. ഞാൻ ഇന്നെൻ്റെ രൂപത്തെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ട്, അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്നെ ആദ്യം തൊട്ട സഹോദരൻ്റെയോ സഹോദരിയുടെയോ കരുണയുടെ കരങ്ങളാണ് നിന്റെ ജീവിതത്തിലെ ഈ സൗരഭ്യത്തിൻ്റെ കാരണം. തുടർന്നുള്ള ജീവിതത്തിൽ ആദ്യാക്ഷരം കുറിപ്പിച്ച അധ്യാപകര്, അന്ധകാരമകറ്റുവാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നവര്, എൻ്റെ കുടുംബാംഗങ്ങൾ, എന്നെ താലോലിച്ചവര്, വാത്സല്യത്തോടെ ചുംബനങ്ങൾ സമ്മാനിച്ചവര്, എന്നെ കൊഞ്ചിച്ചവര്, ജീവിതത്തിൻ്റെ ഇടങ്ങൾ ഞാൻ മറന്നുപോയ ഒരുപാട് പേരുണ്ട്. എൻ്റെ സ്കൂൾ ജീവിതം 1, 2, 3 കാലഘട്ടങ്ങളിലൊക്കെ പുതിയ സൗഹൃദങ്ങൾ, ചെറിയ ചെറിയ കുസൃതികൾ, അന്നും അപ്പനും അമ്മയൊക്കെ എനിക്ക് വലിയവർ തന്നെയായിരുന്നു. അധ്യാപകരെ നല്ല രീതിയിൽ മാനിക്കുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. 5ഉം 6ഉം ഒക്കെ ആയപ്പോൾ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ, അപ്പനോട് പറയാത്ത, അമ്മയോട് പറയാത്ത ഒരുപാട് ചെറിയ ചെറിയ സ്വകാര്യതകൾ, കുശുമ്പോടുകൂടെ ചിലയിടങ്ങളെ നോക്കിയത്, ചില വസ്തുക്കൾ ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ ഹൈസ്കൂൾ പഠനം, ഞാൻ എന്തൊക്കെയോ ആയെന്നൊരു ഭാവം, എൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ എന്നെ ഒരുപാട് പേരിൽ നിന്നും അകറ്റുവാനും ചിലരോട് കൂടുതൽ അടുക്കുവാനും കാരണമായി. എൻ്റെ ഹൈസ്കൂൾ ജീവിത കാലഘട്ടത്തിൽ ഈശോയെ, എവിടെയെങ്കിലും നിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കണ്ണ്, ദൃഷ്ടികൾ, എൻ്റെ കാത്, എൻ്റെ കേൾവികൾ, എൻ്റെ ഭാഷ, എൻ്റെ ആസക്തികൾ, എവിടേക്കോ എന്തൊക്കെയോ അറിയുവാനുള്ള എൻ്റെ ത്വരകളൊക്കെ നിനക്ക് നിരക്കാത്തതായിട്ട് ഭവിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സൗഹൃദങ്ങളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. നമുക്ക് ധ്യാനിക്കാം, എവിടേക്കെയാണ് ഞാൻ ധിക്കാരഭാവത്തിൽ സംസാരിച്ചത്. കുഞ്ഞുനാളിലുണ്ടായ സ്നേഹം ഇന്നെൻ്റെ മാതാപിതാക്കളോട് എൻ്റെ ഈ പ്രായത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവർക്കെതിരെ ഞാൻ ശബ്ദമുയർത്തിയത്, അവർക്കെതിരെ കരമുയർത്തുവാൻ ആഗ്രഹിച്ചത്, തല്ലുവാൻ സാധ്യമാകാതെ പോയപ്പോൾ ദേഷ്യത്തിൽ ഭക്ഷണം കഴിക്കാതെ മാറിയത്, ചോറും പാത്രം തല്ലിപ്പൊട്ടിച്ചത്, അനിയനെയും അനിയത്തിയെയും ദ്രോഹിച്ചത്, വീട്ടിലെ മൃഗങ്ങളോട് ഈ വൈരാഗ്യം കാണിച്ചതൊക്കെ ആരോടോ കാണിക്കേണ്ട വൈരാഗ്യത്തിൻ്റെ പരിണിത ഫലങ്ങളായിരുന്നു. 10ാം ക്ലാസ് പഠനമൊക്കെ ആയപ്പോൾ
അല്ലെങ്കിൽ ആ പ്രായമായപ്പോൾ ഞാൻ എന്തൊക്കെയോ ആയി, സ്വന്തം കാലം നിൽക്കാറായി എന്ന ഭാവത്തിൽ ദൈവാലയത്തോട് ദൈവികർമ്മങ്ങളോടൊക്കെ അല്പം അകലിച്ചയായി തുടങ്ങി. എനിക്ക് എന്തൊക്കെയോ അറിയാമെന്നൊരു ഭാവം എൻ്റെ കൂടെ ഉണ്ടായി. ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ അപ്പനറിയാതെ അമ്മയറിയാതെ സ്കൂളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് പേരുടെ സങ്കടത്തിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. ഈശോയെ, ഈ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുന്നു. അഭിഷേകമായി നീ കൂടെ ഉണ്ടാവണം. രണ്ടാമത്തെ തലം, ഈ 15 വയസ്സ് മുതൽ എൻ്റെ വിവാഹം, എൻ്റെ സമർപ്പണ ജീവിതം, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വരെയുള്ള സമയം. എൻ്റെ പഴയ കൂട്ടുകാരൊക്കെ പോയി. എനിക്ക് വീണ്ടും പുതിയ ഇടത്തേക്ക്, പുതിയ കൂട്ടുകാരായി, പുതിയ ബന്ധങ്ങളായി, സൗകര്യങ്ങളായി. തിരക്കണ്ട ലോകത്തായപ്പോൾ കൂതാശകളോട് ഒരുപാട് അകലവുമായി. മനസ്സുകൊണ്ട് ഭക്തിയൊക്കെ ഉണ്ടാകുമ്പോഴും പലപ്പോഴും അലസത എന്നെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു. എൻ്റെ മൊബൈല്, എൻ്റെ TV, എൻ്റെ കമ്പ്യൂട്ടർ, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ സമ്പാദ്യങ്ങളൊക്കെ ചിലപ്പോൾ ഈശോയെ നീയുമായിട്ട് ഒരുപാട് അകലുവാൻ കാരണം ഈശോയ്ക്ക് സാക്ഷ്യമായ ഞാൻ അല്പമൊക്കെ അറിവായപ്പോൾ നാണക്കേട് കാരണമാകൊണ്ടൊക്കെ അങ്ങയിൽ നിന്ന് പതിയെ പതിയെ മാറുകയാണ്. നിന്നെ പ്രഘോഷിക്കേണ്ട ഇടങ്ങളിലൊക്കെ ഒരു മറുസാക്ഷ്യമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് സ്വാർത്ഥത കടന്നത് അപ്പോഴാണ്. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി തുടങ്ങി. അവരെങ്ങനെ, ഇവരെങ്ങനെ, അവൻ്റെ സൗഭാഗ്യം എൻ്റെ സൗഭാഗ്യം, അവൻ്റെ വീട് എൻ്റെ വീട്, അവൻ്റെ വാഹനം എൻ്റെ വാഹനം, എൻ്റെ രോഗം അവൻ്റെ സൗഭാഗ്യം. അവിടെ ഞാൻ പതിയെ പതിയെ വിമർശനത്തിലേക്ക് കടക്കുകയാണ്. സംസാരങ്ങൾ തർക്കമാകുന്നു, തർക്കം കലഹമാകുന്നു, കലഹം ഒരുപാട് വേർപാടിനും പിണക്കത്തിൻ്റെയും കാരണമായി. അവിടെ ഞാനെന്ന ഭാവത്തിൽ ഞാനിങ്ങനെ പോയിട്ടുണ്ട്. ഒത്തിരി ആഗ്രഹിച്ച്, ഒരുപാട് പ്രാർത്ഥിച്ച്, വിശുദ്ധമായ വിവാഹത്തിലൂടെ എൻ്റെ കരം പിടിച്ച് ജീവിത പങ്കാളി. ഇത്രയും വർഷത്തിനിടയിൽ ഈശോയെ, എന്നെങ്കിലും എൻ്റെ ജീവിത പങ്കാളി എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയോ? ഞാൻ ബാഹ്യമായി കാണുന്ന ആ വ്യക്തി അല്ലാതെ എൻ്റെ ജീവിത പങ്കാളിയുടെ ഉള്ളിലെ സങ്കടങ്ങൾ, ഒറ്റപ്പെടൽ, ജോലി കൂടുതൽ, സ്നേഹക്കുറവുകളൊക്കെ തിരിച്ചറിയുവാൻ എനിക്ക് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഞാനെന്ന ഭാവങ്ങൾ പുലർത്തിക്കൊണ്ട് പലപ്പോഴും ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടായപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. എൻ്റെ സമർപ്പണ ജീവിതം ഒത്തിരി ആഗ്രഹിച്ച്, ഒരുപാട് പ്രാർത്ഥിച്ച് ഞാൻ സ്വീകരിച്ച എൻ്റെ സമർപ്പണ ജീവിതത്തിൽ ഈശോ നീ ആഗ്രഹിക്കുന്നത് പോലെയാണോ? യോനായെ പോലെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമർപ്പണത്തെ കണ്ടിട്ടുണ്ടോ? എന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകാൻ വേണ്ടിയാണോ ഞാൻ ചെയ്യുക, പ്രവർത്തിക്കുക? എൻ്റെ അധികാരങ്ങൾ ഞാൻ സ്വാർത്ഥമായ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും കണ്ണുനീര്, നിലവിളി എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടുണ്ടോ? അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോയ എല്ലാ പാളിച്ചകളെയും നമുക്ക് ഈശോയോട് ചേർത്ത് വയ്ക്കാം. മൂന്നാമത്തെ തലം, വിവാഹമോ സമർപ്പണമോ കഴിഞ്ഞ് ഇന്നുവരെയുള്ള നമ്മുടെ സമയം. ആദ്യനാളിൻ്റെ സ്നേഹവും ആദ്യനാളിൻ്റെ പരിഗണനയും ഒക്കെ ഇന്നുമുണ്ടോ? വെളിപാട് പുസ്തകം നാം വായിക്കുന്നുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ എന്നോടില്ല എന്ന്. എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ സമർപ്പണ ജീവിതത്തോട് എനിക്ക് ആദ്യമുണ്ടായ തീഷ്ണത ഇന്നുണ്ടോ? ഒരാചാരം പോലെ, അനുഷ്ഠാനം പോലെ അനുദിന ജീവിതം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കുറവുകളുണ്ടാവാം. എൻ്റെ താല്പര്യത്തിനൊത്ത ജീവിത പങ്കാളി ആവണമെന്നില്ല എൻ്റെ കൂടെ വന്നത്. പക്ഷേ ദൈവം ആഗ്രഹിച്ച വ്യക്തിയാണ് എൻ്റെ കൂടെയുള്ളത്. ആ വ്യക്തിയെ സ്നേഹിക്കുവാനായിട്ട് നമ്മളുടെ മനസ്സ് മന്ദിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും കുറ്റപ്പെടുത്തുവാൻ,
ആകാര ഭംഗിയുടെ പേരിൽ, കഴിവിൻ്റെ പേരിൽ, കഴിവില്ലായ്മയുടെ പേരിലൊക്കെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി ജീവിക്കുകയായിരുന്നോ? എൻ്റെ കിടക്കമുറിയും എൻ്റെ പ്രാർത്ഥനാ മുറിയും എൻ്റെ ഊട്ടുമുറിയും ഒക്കെ സ്നേഹത്തിൻ്റെ ഇടങ്ങളായിട്ട് മാറിയോ? കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വെറുതെ സമയം പുറത്ത് കളഞ്ഞിട്ടുണ്ടോ? എൻ്റെ കൗതാശിക ജീവിതം, വിശുദ്ധമായ ഒരു കുമ്പസാരം ഞാൻ എന്നാണ് ഏറ്റവും അവസാനമായിട്ട് ചെയ്തത്? ചടങ്ങ് പോലെ ഞാൻ പലതും ചെയ്യുമ്പോഴും എന്നെ കാണുന്ന ഒരു ഈശോയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ ചങ്കോട് നമ്മുടെ കരങ്ങൾ ചേർത്ത് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, അഭിഷേകമായിട്ട് നീ കൂടെ വരണമേ എന്ന്. ദൈവാത്മാവിൻ്റെ കൃപ അനുഗ്രഹമാകുവാൻ നമ്മുടെ ഉള്ളം കയ്യിൽ ഈ ചങ്കോട് ചേർത്ത കരങ്ങളുടെ ഉള്ളിലുണ്ട് ഈ 3 കാലഘട്ടത്തിൻ്റെയും പാപങ്ങൾ. നാം മുറുകെ പിടിച്ചിരിക്കുകയാണ്. എൻ്റെ ഈ പാപങ്ങളൊക്കെയാണ് ഗത്സമനയിൽ, കാൽവരിയുടെ പിരിമാറിൽ കണ്ണുനീരിൻ്റെ കാരണമായത്. ഈശോയുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ഭാരമൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകൾ കൂടി കൊടുത്തുകൊണ്ടാണ്. അവൻ പിടഞ്ഞു വീണതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ പരിണിത ഫലമാണ്. അവിടെയും പരാതിയില്ലാതെ ഈശോ എൻ്റെ കുരിശ് ചുമക്കുന്നുണ്ട്. നാളെ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാണ്. കൽവരിയിൽ അവൻ എനിക്ക് വേണ്ടിയാണ് സ്വജീവിതം കൊടുത്തത്, സ്വയം ശൂന്യമാക്കിയത്. എല്ലാ സ്വർഗീയ മഹിമകളും അഴിച്ചു വെച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ പാപമൊഴുകിയ മറ്റെല്ലാത്തിലും നമ്മളെപ്പോലെ തന്നെ ആയിട്ട് നമുക്ക് വേണ്ടി അവൻ പീഠകളേറ്റു, ചമ്മട്ടിയടിയേക്കുന്നുണ്ട്. ഞാൻ അനുഭവിക്കേണ്ട പല യാതനകളുമാണ് അവൻ ഇന്ന് നമുക്ക് വേണ്ടി അനുഭവിച്ചത്. കണ്ണുകൾ അടച്ച് ചങ്കോട് ചേർത്ത കരങ്ങൾ അനുഗ്രഹമാകത്തക്ക രീതിയിൽ നമുക്ക് തുടർന്ന് വരുന്ന 2 പ്രാർത്ഥന ഏറ്റു ചൊല്ലാം. കർത്താവായ ഈശോയെ, എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിന്റെ മേലോ ആരുടെയെങ്കിലും കണ്ണുനീരോ രക്തമോ നിലവിളികളോ ശാപവാക്കുകളോ വന്നു വീണിട്ടുണ്ടെങ്കിൽ ഈശോയുടെ കുരിശിന്റെ യോഗ്യതയാൽ ആ ശാപത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. ഈശോയെ, എന്റെ പാപത്തിന് പരിഹാരമായി കുരിശിൽ ചിന്തപ്പെട്ട അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ അനന്ത യോഗ്യതകളാൽ എല്ലാ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളിൽ നിന്നും എന്നെ വിമോചിപ്പിക്കണമേ. ആമേൻ. 2 കരങ്ങളും നമ്മുടെ ശിരസോട് ചേർത്ത് വെച്ചിട്ട് അനുഗ്രഹഭാവത്തില് നമ്മുടെ കുറവുകൾ ചേർത്ത് വെച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിന്റെ മേലോ ആരുടെയെങ്കിലും കണ്ണുനീരോ രക്തമോ നിലവിളികളോ ശാപവാക്കുകളോ വന്നു വീണിട്ടുണ്ടെങ്കിൽ ഈശോയുടെ കുരിശിന്റെ യോഗ്യതയാൽ ആ ശാപത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. ഈശോയെ, എന്റെ പാപത്തിന് പരിഹാരമായി കുരിശിൽ ചിന്തപ്പെട്ട അങ്ങയുടെ തിരുരക്തത്തിന്റെ അനന്ത യോഗ്യതകളാൽ എല്ലാ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളിൽ നിന്നും എന്നെ വിമോചിപ്പിക്കണമേ. ആമേൻ. നമ്മുടെ കയ്യില് നമ്മുടെ പാപബലഹീനതകളുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ ഇന്നുവരെയുമുള്ള എല്ലാ പാപങ്ങളും നമ്മൾ ഗത്സമനിലേക്ക് കൊണ്ടുപോവുകയാണ്, കാൽവരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗാഗുൽത്താ മലയുടെ വിലാപത്തിലേക്ക് ആ കുരിശിന്റെ കീഴെ നമ്മുടെ സങ്കടങ്ങളും ചേർത്ത് വെക്കണം. നമ്മളവിടെ പോകുമ്പോൾ കാണാൻ പറ്റും ഇപ്പോഴും ആ പാറ വിണ്ടുകീറിയത്. ആ പാറയുടെ വിണ്ടുകീറലിലേക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന നമ്മുടെ പാപങ്ങൾ, ഇന്നും വരെയും കുമ്പസാരിച്ച് പറയാത്ത പാപങ്ങൾ ഉണ്ടാവാം. ഞാൻ മനസ്സിൽ ഓർത്ത പാപങ്ങൾ,
എന്നെ ഓർപ്പിച്ച പാപങ്ങൾ, ഇന്ന് വരെയും ഈശോയെ സംഭവിച്ചു പോയ എല്ലാ പാപമേഖലകളെയും ഈശോയോട് ചേർത്തുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അൾത്താരയിലേക്ക് നോക്കാം. കണ്ണ് തുറന്ന് ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടി, എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന എൻ്റെ പാപബലഹീനതകളെ ഗാഗുൽത്തായുടെ വിരിമാറിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്തുകൊണ്ട്, ഈശോയെ നീ അഭിഷേകമാകണമേ, വിശുദ്ധിയുടെ മകനാക്കണമേ, ഒരു പുതിയ വ്യക്തിയാക്കി എന്നെ മാറ്റണമെന്ന ആഗ്രഹത്തോടു കൂടെ ആ ഗാഗുൽത്താ മലയിലെ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് പാപങ്ങളെ ഈശോയോട് ചേർത്ത് വയ്ക്കാം. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈശോയുടെ കുരിശിന് ഭാരമേറിയതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളായിരുന്നു. ഞാൻ ധിക്കരിച്ചു പോയപ്പോൾ, ക്ഷമിക്കുവാൻ സാധ്യമാകാതെ പോയപ്പോൾ, മാതാപിതാക്കളോട് മറുതലിച്ചപ്പോൾ, കൂദാശകളോട് വേണ്ട എന്ന് വെച്ചപ്പോൾ, ഞായറാഴ്ച ആചരണങ്ങൾ ചടങ്ങായി മാറിയപ്പോൾ, ദൈവത്തോട് കൂടെയാകാതിരുന്നപ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ട ഈ മകൻ ഈശോയിൽ നിന്ന് മാറിപ്പോയപ്പോൾ, ആസക്തികളുടെ, മദ്യലഹരികളുടെ, സ്വന്തം ഇഷ്ടങ്ങളുടെ പുറകെ പോയപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഈശോയ്ക്ക് കുരിശ് പണിയുകയായിരുന്നു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കാ, മുന്തിരി ചാറൊരുക്കി വച്ചു, എങ്കിലുമീ കയ്പു നീരല്ലേ ദാഹശാന്തി എനിക്കു നൽകി. നമ്മുടെ മാതാപിതാക്കള് ഒരുപാട് സ്വപ്നം കണ്ടാണ് നമ്മളെ വളർത്തിയത്. അവർ കിടന്ന പട്ടിണിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗരഭ്യം. അവർ കൊണ്ട വെയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തണല്. മാതാപിതാക്കളെ മറന്നുകൊണ്ട് നാം എവിടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവരെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്യേണ്ട കടമകൾ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ, നട്ടമുന്തിരിയിൽ കയ്പുനീരായതുപോലെ നമ്മുടെ ജീവിതത്തിലും നാമും ഒരുപക്ഷെ ഇതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാം. ഗത്സമൻ തോട്ടത്തിലെ ഈശോയുടെ കണ്ണുനീര് പോലെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അബ്ബാ, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നാം സ്വീകരിച്ചിട്ടുണ്ട്. റോമായുടെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 14 മുതൽ നാം വായിക്കുന്നു. നാം സ്വീകരിച്ചത് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാണ്. അതേ സ്വാതന്ത്ര്യത്തോടുകൂടെ അബ്ബാ, അപ്പച്ച എന്ന് വിളിക്കുവാൻ നമ്മളെ കാത്തിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയോടുകൂടെ എല്ലാ കുറവുകളെയും, എൻ്റെ കൈവെള്ളയിൽ ഒതുക്കിയിരിക്കുന്ന എല്ലാ പാപമേഖലകളെയും, ഞാൻ പറന്നുപോയ പാപങ്ങളെയും, ഏതെങ്കിലുമൊക്കെ പാപം നിശ്ചിതകരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പാടാം. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈശോയെ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈകാരിക മേഖലയിൽ ഒരുപാട് അധപ്പതിച്ചു പോയിട്ടുണ്ട്. എനിക്ക് ഏറെ ദുഃഖമുണ്ടായപ്പോഴും ഏറെ സന്തോഷമുണ്ടായപ്പോഴുമൊക്കെ ഞാൻ ഒറ്റയായിരുന്നു. എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ എനിക്ക് ആരുമില്ലായിരുന്നു. എൻ്റെ ദുഃഖമുണ്ടായപ്പോഴും എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു.
ഞാൻ അവിടേക്കാണ് അധപ്പതിച്ചു പോയത്. ഞാൻ തിന്മയിലേക്ക് വീണു പോയതൊക്കെ എൻ്റെ ഒറ്റപ്പെടലിലായിരുന്നു. ഒരുപാട് ഞാൻ സ്നേഹിച്ച് വളർത്തിയ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ നോക്കാതെ പോയി. എൻ്റെ അധ്വാന ഫലം അനുഭവിച്ചവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി. എൻ്റെ ഭാഷയുടെ കുറവ് കൊണ്ട്, എൻ്റെ ആകാരഭംഗിയുടെ കുറവ് കൊണ്ട്, അറിവില്ലാന്ന തരത്തിലൊക്കെ എന്നെ മാറ്റി നിർത്തിയപ്പോൾ ഈശോ ഞാൻ വീണു പോവുകയായി. നീ പോലും എൻ്റെ കൂടെ ഇല്ല എന്ന് ചിന്തിച്ച ഒരുപാട് ദിനങ്ങളുണ്ട്. ഇന്ന് ഞാൻ മനസ്തപിക്കുന്നു, ഈശോയെ നീ മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിന്റെ കരുണയാണ്. എൻ്റെ കുറവുകളൊന്നും പുറത്തറിയിപ്പിക്കാതെ ഒരു വിശുദ്ധിയുടെ കുമ്പസാരക്കൂടിൻ്റെ നിറവിൽ മാത്രം എന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു വലിയ കാരുണ്യം. സക്കേവൂസിൻ്റെ സിക്കമൂർ മരം പോലെ, ബത്സയിദാ കുളക്കടവ് പോലെ എൻ്റെ ജീവിതത്തിലെ കുമ്പസാരക്കൂടിനെ അണയുവാൻ നാളെയുടെ പ്രഭാതം ഒരു വലിയ ഓർമ്മപ്പെടുത്തലിൻ്റെ പ്രഭാതമാവണം. ഈ വർഷത്തെ ഈ 40-ാം വെള്ളി നമുക്ക് അനുഗ്രഹത്തിൻ്റെ വെള്ളിയാവണം. എൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ബിസിനസ് മേഖലയിലെ ചതികൾ, എൻ്റെ കൂടപ്പിറപ്പുകൾ സമ്പാദിച്ച ചതികൾ, ഞാൻ സ്വാർത്ഥമായി ഉണ്ടാക്കിയ എൻ്റെ നേട്ടങ്ങളൊക്കെ ഒരുപാട് പേരുടെ കണ്ണുനീരിൻ്റെ ഫലങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഈശോയെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിദൂരങ്ങളിലായിരിക്കാം, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, കൂട്ടുകെട്ട്, കൂടെ താമസിക്കുന്നവരൊക്കെ നന്മയുടേത് മാത്രമാകുവാനും എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന വിശുദ്ധിയുടെ മക്കളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളായി തീരുവാൻ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ, അവരുടെ കുറവുകളെ മൂടി വയ്ക്കാതെ വിശുദ്ധിയോടെ തിരുത്തുന്നവരായി മാറുവാൻ, ഞങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുവാൻ, ഞങ്ങളുടെ പറമ്പിലെ കൃപാവരങ്ങൾ ഉണ്ടാകുവാൻ, ഞങ്ങളുടെ പക്ഷിമൃഗാദികൾ നന്മയുടേതാകുവാൻ എൻ്റെ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ഇടവക സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലുള്ള എല്ലാ മക്കളും അവിടെ എല്ലാ പാപങ്ങളും വിട്ടുപേക്ഷിച്ചുകൊണ്ട് നിറവോടുകൂടെ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ പാപബലഹീനതകളെയും നമുക്ക് ആത്മാർത്ഥതയോടെ വിട്ടുപേക്ഷിക്കാം. ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിക്കണം. എൻ്റെ കുറവിനെ നീ ഏറ്റെടുക്കണമേ. നിന്റെ ബലിയാഗം എനിക്ക് അനുഗ്രഹമായി മാറുവാൻ, ആ തിരിച്ചോരൽ ക്ഷാളനം എൻ്റെ ജീവിതത്തിലുണ്ടാകുവാൻ, എൻ്റെ മനസ്സിൽ അനുഭവിക്കുന്ന ഭാരങ്ങളെയൊക്കെ ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് സന്തോഷകരമായ ജീവിതമുണ്ടാകുവാൻ, എൻ്റെ രോഗപീഠയിൽ അനുഗ്രഹമായി നീ കടന്നു വരുവാൻ, നീയാണ് സൗഖ്യദായകനായ ഈശോ. പുറപ്പാട് പറയുന്നു, ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന്. ഈ വചന ശക്തിയാൽ എൻ്റെ ജീവിതത്തിലുള്ള അശുദ്ധ രക്താണുക്കളെ, ഉച്ചിമുള്ളങ്കാലുള്ള എല്ലാ രോഗപീഠകളെയും നീ തൊട്ടനുഗ്രഹിക്കുവാൻ കൂടെയാവണമേ. അഭിഷേകത്തിൻ്റെ നന്മയുണ്ടാവട്ടെ. എൻ്റെ മനസ്സിൽ എവിടെങ്കിലും ഇനിയും ഏതെങ്കിലും പാപങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ വരദാനത്താൽ വിട്ടുപേക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പാടാം. ഗാഗുൽത്താ മലയിൽ നിന്നും. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ മാമോദീസ മുതൽ ഇന്ന് വരെ വ്യത്യസ്തമായ കൂദാശകളിലൂടെ നമ്മളെ വിശുദ്ധീകരിച്ച ഒരുപാട് വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, സമർപ്പിതരുണ്ട്. നമ്മുടെ ഏതെങ്കിലും ചെയ്തികൾ ഭാഷ കൊണ്ട്, വിദ്വേഷം കൊണ്ട്, ധിക്കാരം കൊണ്ട് ഏതെങ്കിലും സമർപ്പിതരുടെ, വൈദികരുടെ കണ്ണുനീരിൻ്റെ കാരണമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെയും ഓർക്കാം, അവരുടെ മുഖമൊന്നോർക്കാം. നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി ഓരോ ദിവസവും ബലിയർപ്പിച്ച് നമ്മുടെ നന്മ ആഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ നാം ഒരു കരടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ഏത് കാരണമാണെങ്കിലും, വലുതും ചെറുതുമായ കാരണങ്ങളൊക്കെ ഉണ്ടാവാം, എല്ലാ വൈദികരോടും നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മുടെ അന്തിച്ചർച്ചകൾ സഭയ്ക്കെതിരായി എവിടെങ്കിലുമൊക്കെ പുഴുക്കുത്തുകൾ ഉണ്ടാകുമ്പോൾ അവയെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നാമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കാം. എൻ്റെ ഈശോയെ, എനിക്കുമുണ്ടായിരുന്ന കുറവുകളൊക്കെ, എൻ്റെ കുറവിനെ മൂടിപ്പിടിച്ചിട്ടാണ് ഞാൻ
അവരെൻ്റെ കുറവിനെ കൊട്ടിഘോഷിച്ചത്. ഏതെങ്കിലും ജീവിത മേഖലയുടെ തകർച്ചകളെ ആരുടെയെങ്കിലും കണ്ണ്, പ്രത്യേകമായും അഭിഷിക്തരുടെ, സമർപ്പിതരുടെ, മെത്രാപ്പോലീത്തമാരുടെ, മെത്താന്മാരുടെ ജീവിതത്തിൽ നാം ഒരു കരടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കാം. ജീവിത പങ്കാളിയെ ഇന്നും സ്നേഹിക്കുവാൻ സാധ്യമാകുന്നില്ലെങ്കിൽ, എൻ്റെ കൂട്ടുകാരിടയിൽ എൻ്റെ ജീവിത പങ്കാളി ഒരു ചർച്ചാ വിഷയമാകുന്നുണ്ടെങ്കിൽ, അവൻ്റെ കുറവിനെ ഞാനിങ്ങനെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ, കുടുംബക്കാരോട്, സഹോദരിമാരോട്, സഹോദരന്മാരോടൊക്കെ എൻ്റെ ജീവിത പങ്കാളിയുടെ പാളിച്ച പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയോട് മാപ്പ് ചോദിക്കാം. എൻ്റെ ഈശോയെ, നാളത്തെ പ്രഭാതം നന്മയുടേതാക്കണമേ. നല്ല തീരുമാനമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ, ഒരു നല്ല കുമ്പസാരം ചെയ്യുവാൻ, ആദ്യ കുമ്പസാരം പോലെ ഒരുങ്ങി എല്ലാ മേഖലയും, എല്ലാ തടസ്സങ്ങളെയും വിശദീകരിച്ചുകൊണ്ട് ഹബക്കുക്ക് പറയുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉളവാകാൻ പോവുകയാണ്. നീ സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ഈശോ എഴുന്നേൽ വരാൻ പോകുക. ഈ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. എൻ്റെ രോഗപീഠയ്ക്ക് അനുഗ്രഹമാവണം. മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ സാധ്യമാകണം. എത്ര നാളായി നമ്മളൊക്കെ ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട്? ഈ ലോകത്തിൻ്റെ ആകുലതകൾ, കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളും പോകുന്ന വഴിയിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്നൊരു ആദിയും ആകുലതയും ഒക്കെയുണ്ട്. എല്ലാവരും ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരു ഈശോയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്ക് ശാന്തമായി സ്വസ്ഥാനങ്ങളിലാവാം. ഈശോയെ, ഈ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിൽ ഒരു ശാന്തതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ധ്യാനിച്ചതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. സന്തോഷത്തോടും ദുഃഖത്തോടും കൂടെ ഞങ്ങളിങ്ങനെ കടന്നു പോവുകയായിരുന്നു ഞങ്ങളുടെ ഓർമ്മ വച്ച കാലം മുതൽ ഇന്ന് വരെ. ഈശോയെ, നിന്റെ കരുതലാണ്, നിന്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ കാരണമായത്. നന്ദി പറയുന്നു ഈശോയെ. ഈ ആലയത്തിലുള്ള മക്കള് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി ആകുലതകളുണ്ട്. പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച്. പുതിയ കുഞ്ഞുങ്ങൾക്ക് വിവാഹം വേണ്ട, വിവാഹത്തിലായവർക്ക് ബന്ധം വേണ്ടാത്ത രീതിയിൽ, മക്കളില്ലാത്ത ദമ്പതികളുണ്ട്, മക്കൾ വേണ്ട. ആധുനിക യുഗത്തിൻ്റെ എല്ലാ പാളിച്ചയിലും മക്കൾ വീഴുമ്പോൾ ഉള്ളുകൊണ്ട് കരയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവർ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളു നീറുന്നുണ്ട്. മക്കളെക്കുറിച്ച് കേൾക്കുന്ന കിംവദന്തികളൊക്കെ. ഈശോയെ, വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥന നീ ഉപേക്ഷിക്കരുത്. നീ പറഞ്ഞു, ഹൃദയം നുറുങ്ങിയവർക്ക് നീ സമീപസ്ഥനാണ്. എന്തേ ആ സാമീപ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കാത്തത്? ഞങ്ങളുടെ കുറവിലേക്ക് നോക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാകുവാൻ, സമ്പാദ്യവും സമൃദ്ധിയും ഒന്നുമല്ല, സമാധാനമുണ്ടാകുവാൻ, കൂടപ്പിറപ്പുകൾ തമ്മിൽ, ജീവിത ബന്ധങ്ങൾ തമ്മിൽ ഒരുമയാകുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമാണ്. ഈശോയെ, ഈ മക്കളുടെ മനസ്സിൽ ഒരുപാട് പ്രാർത്ഥനയുണ്ട്. എന്തെങ്കിലുമൊക്കെ പാപത്തിൻ്റെ കറകൾ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോർത്ത് നീ അവരെ ശിക്ഷിക്കരുതേ. ഈ ധ്യാന ദിവസങ്ങളൊക്കെ ശാന്തമായി ജീവിതത്തെ മനനം ചെയ്യുവാൻ, നവീകരിക്കപ്പെട്ട വ്യക്തിയായിട്ടാവണം ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ടത്. ഒരു പുതിയ വ്യക്തിയായിട്ട് ഞാൻ മാറണം. ഈശോയെ, നിന്റെ സാന്നിധ്യമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുക. നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ ആകുലതകളെയും ഒക്കെ അവിടെ ഇരുന്നു കൊണ്ട് ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി നമുക്കൊന്ന് സ്തുതിക്കാം. സ്വർഗം തുറക്കത്തക്ക രീതിയിൽ, എൻ്റെ കണ്ണുനീര് അനുഗ്രഹമാകത്തക്ക രീതിയിൽ ഈശോയെ തുറവിയോട് കൂടെ സ്തുതിക്കുവാൻ ഒരു മടിയും വേണ്ട. ഇവിടെ ഞാനും എൻ്റെ ഈശോയും മാത്രമേ ഉള്ളൂ. എന്നെ കാണുന്ന, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവം. ഈശോ, നീ മാത്രമാണ് തുണ. എൻ്റെ കരം പിടിക്കാൻ നീ കൂടെ ഉണ്ടാവണമേ. നിന്റെ വാഗ്ദാന പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ, നന്മയിലേക്ക് എത്തിക്കുവാൻ, എൻ്റെ കുടുംബ ജീവിതത്തെ, എൻ്റെ ബന്ധങ്ങളെ, എൻ്റെ തൊഴിൽ മേഖലകളെ, എൻ്റെ ബിസിനസ്സിനെ വിശുദ്ധീകരിക്കുവാൻ ആത്മാവേ അഭിഷേകമായിട്ട് കൂടെ ഉണ്ടാവണമേ. എൻ്റെ പ്രമാണങ്ങളുടെ ലംഘനങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതുവാൻ, ഒരു പൊളിച്ചെഴുത്തൽ ഉണ്ടാകുവാനായിട്ട് നീ കൂടെ ഉണ്ടാവണമേ.
ഈശോയെ അഭിഷേകം ചൊരിയണമേ, സഹായമാകണമേ. ഞങ്ങളുടെ കണ്ണുനീരിൽ കാണാതെ പോകരുതേ. ഞങ്ങളുടെ കുറവുകളെ, ഒത്തിരി പാളിച്ചകളുണ്ട് ഈശോയെ, ഒത്തിരി ബലഹീനതകളുണ്ട്, ഒത്തിരി ആസക്തികളുണ്ട്, വീണ്ടും വീണ്ടും വീണു പോകുന്നുണ്ട്. നിരവധിയായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെയും പോകുന്നുണ്ട്. മനസ്സ് മടിക്കാതെ പ്രാർത്ഥിക്കുവാൻ, നിന്റെ കൂടെ എന്നും ആകുവാൻ, ഞങ്ങളുടെ അനുദിന പ്രാർത്ഥനകളെ വിശുദ്ധീകരിക്കുവാൻ, സന്ധ്യാപ്രാർത്ഥന മുടങ്ങിപ്പോയത്, എൻ്റെ യാവപ്രാർത്ഥനകള്, സമർപ്പണ ജീവിത വഴിയുടെ ബന്ധങ്ങള്, സംഭവിച്ചു പോയ പാളിച്ചകള്, ധിക്കാരം, കോപം, ആത്മഹത്യാ പ്രവണതകള്, അശുദ്ധ ചിന്താഗതികള്, കുറ്റം പറഞ്ഞത്, കലഹപ്രിയരായി മാറിയത്, കൂദാശകളോട് ബന്ധമില്ലാതെ പോയത്, ഈശോയെ ഈ മക്കളുടെ കരങ്ങളിലേക്ക് അഭിഷേകമായി എഴുന്നള്ളി വരണമേ. ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിക്കുവാൻ, ആത്മാർത്ഥമായിട്ട് ജീവിക്കുവാൻ, നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ, ഓർമ്മ വെച്ച കാലം എന്നുവരെയുള്ള എല്ലാ പാപങ്ങളും നാളെ ഊർമ്മിച്ചെടുക്കുവാനായിട്ട്, തുറവിയോടെ കുമ്പസാരിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുവാൻ, ഈ ആണ്ടുവട്ടത്തിലെ വലിയ നോമ്പ് ഒരു ഓർമ്മയാകണം, ഒരു അനുഭവമാവണം, അനുഗ്രഹമാവണം. അനുദപിക്കുമ്പോൾ മാത്രമാണ് നാം അനുഗ്രഹമാവുക, അനുഭവമായി മാറുക. ഈശോയെ, എൻ്റെ പാപത്തിൻ്റെ മേഖലകൾ പലപ്പോഴും ഞാൻ പാപത്തിൻ്റെ അടിമയാണെന്ന് തിരിച്ചറിയാൻ ജീവിക്കുന്നുമൊക്കെയുണ്ട്. എൻ്റെ പാപം ഒരു തിന്മയാണെന്ന ബോധമുണ്ടാകണമേ. ആ പാപത്തിൻ്റെ സുഖത്തിലേക്ക് വീണു പോവാതെ അവയൊന്ന് മാറ്റിവെച്ച് ഈശോയെ നിന്റെ കൂടെയാകുവാൻ ഈ മക്കളെ തൊട്ടു സ്പർശിക്കണമേ. അവരുടെ കണ്ണുനീരിതി കാണാതെ പോകരുത്. ഒരുപാട് പേര് കരയുന്നുണ്ട് കർത്താവേ. അവരുടെ ജീവിതത്തിന്റെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നീ അവരുടെ കൂടെയാവണമേ. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന ആ ശബ്ദം കേൾക്കുവാനായിട്ട്, ഒരുപാട് കോലാഹലങ്ങൾക്കിടയിൽ നിന്റെ ശബ്ദം തിരിച്ചറിയുവാനായിട്ട് ഞങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണമേ. ആത്മാവായ ദൈവമേ, അഭിഷേകമായിട്ട് കൂടെ ഉണ്ടാവണമേ. ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും, മനസ്സിലുള്ള പ്രാർത്ഥനകളെ വിശുദ്ധീകരിക്കുവാൻ, കുഞ്ഞുങ്ങളുടെ പഠന മേഖലകൾ, കുടുംബജീവിതം, ശിഥിലമായ ബന്ധങ്ങൾ, രോഗപീഠകൾ, ആസക്തികൾ, അശുദ്ധികൾ, ആഭിചാരകർമ്മങ്ങൾ, ദുരന്തങ്ങൾ, പൈശാചിക ബന്ധനങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ മിഖായേൽ മാലാഖയെ ഇവരുടെ കൂടെ ഉണ്ടാവണമേ. മാർപ്പാപ്പയോട് കൂടെ ചേർന്ന്, മെത്രാന്മാരോടും കൂടെ ചേർന്ന്, എല്ലാ വൈദിക കൂട്ടായ്മയുടെ ശക്തിയാൽ അവിടുന്ന് നൽകിയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ മക്കളുടെ മേലെയുള്ള എല്ലാ തടസ്സങ്ങളെയും ഈശോയുടെ നാമത്തിൽ കുരിശടയാളത്താൽ ബന്ധിച്ച് വിശദീകരിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോ, ഈ ബന്ധനം അനുഗ്രഹമാവണമേ, അവരുടെ കൂടെ ആവണമേ. മിഖായേൽ മാലാഖയെ അനുഗ്രഹമായിട്ട് കൂടെ ഉണ്ടാവണമേ. എല്ലാ വൈദികരുടെയും കൂട്ടായ്മയുടെ ശക്തിയാൽ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് I bind everything by the power of Holy Spirit. Being with Michael the Archangel, with the help of the Holy Spirit, I bind everything to the crucifixion. ഈശോയെ അനുഗ്രഹമാവണമേ. എല്ലാ ബന്ധനത്തിലും മാറ്റിയെടുക്കണമേ. ദിവ്യകാരുണ്യ ആശ്വാസം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കാം. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം ഉണ്ടാവട്ടെ. സഹിയോൻ മാളിക അനുഗ്രഹമായതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ നന്മയുടേതാകുവാൻ, മനസ്സിലെ പ്രാർത്ഥന വിശുദ്ധമാക്കുവാൻ സാധിക്കുന്നവർ മുട്ടുകുത്തി നിൽക്കുക. ഇരുകരങ്ങളും യേശുവിലേക്ക് നീട്ടി ഈശോയുടെ ആശ്വാസം സ്വീകരിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹത്താൽ ചൊരിയണമേ. എൻ്റെ മനസ്സിൻ്റെ പ്രാർത്ഥന വിശുദ്ധീകരിക്കണമേ. എൻ്റെ എവിടെങ്കിലും ഇനിയും കറകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധീകരിക്കണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നമ്മുടെ ഈശോയെ ആരാധിക്കാം, ഈശോയെ വണങ്ങാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്തുതിക്കുന്നു 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 യേശുവേ ആരാധന, യേശുവേ ആരാധന 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 ആരാധന. ഇരുകരങ്ങൾ നീട്ടി ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിക്കൊണ്ട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഓ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കട്ടെ. ആരാധന ആരാധന ആരാധന.
ആരാധന 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 യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ ആരാധന 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 യേശുവേ സ്തുതി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ സ്തുതി 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 യേശുവേ ആരാധന 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 ഓ ദിവ്യ കാരുണ്യമേ ആരാധന യേശുവേ യേശുവേ സ്തുതി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ കാണുന്ന, നമ്മളെ കേൾക്കുന്ന, എത്രമാത്രം കുറവുകൾ നമുക്കുണ്ടായാലും എല്ലായ്പ്പോഴും ആശീർവാദത്തിൻ്റെ കരങ്ങൾ നീട്ടുന്ന ഒരു ദിവ്യകാരുണ്യം. അവയെ അനുഭവിക്കുവാൻ നമ്മുടെ മനസ്സിനെ തുറന്നു വെക്കാം. തിരിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ എന്നും ഓർത്തോണം, വഴിത്താരയിൽ ഒരുപാട് അപകടങ്ങളാണ് പതിയിരിക്കുക. ചിന്തയായി, നോട്ടമായി, വികാരമായി, ഫോൺ കോളായി, ടി വിയിലൂടെ, മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കിട്ടിയ ചൈതന്യം നഷ്ടമാകത്തക്ക രീതിയിൽ ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാവാം. അവയെ എത്രമാത്രം നന്മയിൽ മറികടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശുദ്ധി. മനസ്സ് നിറയെ പ്രാർത്ഥനയാവട്ടെ, നന്ദിയുടെ പ്രാർത്ഥന. ഈ കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ ധ്യാനിക്കുകയായിരുന്നു. 15 വയസ്സ് വരെ കുദാശകൾ സ്വീകരിച്ച് വിവാഹം വരെ, ഇന്ന് വരെ ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളിൽ പലതും പുറത്ത് ആർക്കും അറിയത്തില്ല. ഞാൻ പാപം ചെയ്തു പോയ ഇടങ്ങൾ പോലും ഇന്ന് രഹസ്യമാണ്. എൻ്റെ മനസാക്ഷി മാത്രം അറിയുന്ന ഒരു ഞാനുണ്ട്. പിന്നെ എൻ്റെ കുമ്പസാരക്കൂടും, എൻ്റെ ജീവിത പങ്കാളിക്ക് പോലും അറിയാത്ത ഒരു ഞാൻ, ഏറ്റവും വലിയ സുഹൃത്തിന് അറിയാത്ത ഒരു ഞാനുണ്ട്. ഞാൻ ഈശോയിൽ നിന്ന് അകന്നു പോയിട്ടും എന്നെ ഉപേക്ഷിക്കാതെ, എന്നെ നാണക്കേടിന് കാരണമാക്കാതെ എന്നെ ഇന്നും അനുഗ്രഹിക്കുന്ന ഒരു ഈശോ. ആ ഈശോയ്ക്ക് അനുഗ്രഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. നമ്മുടെ മനസ്സ് ചേർത്ത് വെക്കുമ്പോൾ, നമ്മുടെ ജീവിതം ചേർത്ത് വെക്കുമ്പോൾ നമ്മളും ഒരു അനുഗ്രഹമായിട്ട് മാറും. അതാണ് ദൈവത്തിൻ്റെ ഹിതം. നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുമ്പോഴൊക്കെ നമ്മളും അനുഗ്രഹമായിട്ട് മാറുക. ഈ ഒരു ഓർമ്മ നമ്മുടെ കൂടെ ഉണ്ടാവണം. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പിഴവുകളെയും നമുക്ക് നാളെ ധ്യാനിക്കണം. 3 മണി തൊട്ട് അച്ഛനിപ്പോൾ അറിയിക്കുമായിരിക്കും. 3 തൊട്ട് കുമ്പസാരമുണ്ട്. എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് അവസാനം വന്നിട്ട് കുമ്പസാരിച്ചു പോകാൻ. അങ്ങനെയാവരുത്. അല്പം സഹനമെടുത്ത് വീട്ടിലെ പണികളൊക്കെ ഒന്ന് മാറ്റി, നാളെ 40-ാം വെള്ളിയാണ്, ഉപവാസത്തിനുമൊക്കെ ആക്കി മാറ്റാം. ഒരുക്കത്തോടുകൂടെ നേരത്തെ വന്ന് ഈശോയെ അനുഗ്രഹത്തോടുകൂടെ സ്വീകരിക്കുവാനായിട്ട് തുറവിയോടുകൂടെ ഒരു തിക്കുമുട്ടലിലാവരുത്. ഇന്ന് വൈകുന്നേരം മുതൽ ഒരുങ്ങണം. എവിടെയാണ് എനിക്ക് പാപബലഹീനതകളുണ്ടായത്? ആ ഒരു ചിന്തയോടുകൂടെ ഈശോ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ കടന്നു പോകുന്നുണ്ടാവും. ആ കടന്നു പോകുമ്പോൾ ജെറുസലേമിൽ കടന്നുപോയ ഈശോയെ കണ്ടവർക്ക് അനുഗ്രഹമായതുപോലെ നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ആവശ്യം, ഈശോയെ നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാനായിട്ട് എന്നെ യോഗ്യനാക്കണമേ. ഒരുപാട് നാളായി ഒരു നല്ല കുമ്പസാരം ചെയ്തിട്ട് ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായില്ലെങ്കിലും ഈ
വലിയ നോമ്പ് നന്നായിട്ടൊന്ന് ധ്യാനിച്ച് നന്നായിട്ട് കുമ്പസാരിക്കാനുള്ള ഒരു കൃപയാക്കി മാറ്റാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹ